ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഗ്ലാഡിയോലസ് ബൾബ് എങ്ങനെ നടാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്സാപ്പിൽ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ആയിട്ടിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇത് നമ്മൾ വേരുപിടിപ്പിച്ച് അയക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈകളാണ്. കുറച്ചുകൂടെ ആയിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത്. തൈയുടെ റേറ്റ് 40-ഉം ബൾബിൻ്റെ റേറ്റ് 30-ഉമാണ്. ഒരെണ്ണത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നടാൻ വേണ്ടി നമ്മൾ അയക്കാൻ എടുത്തിരിക്കുന്ന ചകിരിച്ചോറിലാണ് വേരുപിടിപ്പിക്കുന്നത്, വെയിറ്റ് കുറഞ്ഞിരിക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ വീട്ടിൽ നടുമ്പം ചട്ടിയിൽ ചകിരിച്ചോറിൻ്റെ കൂടെ നല്ല രീതിയിൽ ചകിരിച്ചോറും മണ്ണും കൂടെ ചേർത്തിട്ടുള്ള പൊട്ടി മിക്സ് ആയിരിക്കണം. ചകിരിച്ചോറിൻ്റെ അളവ് കുറവ് മതി. മണ്ണായിരിക്കണം നല്ല രീതിയിൽ എടുക്കേണ്ടത്. ചട്ടിയുടെ പകുതിയോളം അല്ലെങ്കിൽ പകുതിക്ക് താഴെയായിരിക്കണം നമ്മൾ മണ്ണെടുക്കേണ്ടത്. കാരണം ഇത് മറിഞ്ഞ് വീഴാതെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത്. നമ്മളിങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ 3 എണ്ണമൊക്കെ വരെ നമുക്ക് നടാം. അല്ല ഒരെണ്ണം വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ അങ്ങനെ നടാം. പിന്നെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം. ഇപ്പം മഴയും കൂടി ആണല്ലോ, അതുകൊണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടിയുടെ വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ 3 എണ്ണം വച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം. പിന്നെ പിടിച്ച് നല്ല രീതിയിലേക്ക് ആയി തുടങ്ങി കഴിയുമ്പോൾ ആവശ്യം പോലെ വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കാം. NPK വളമായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാകാനും ഭംഗിയായിരിക്കും. പിന്നെ ഇത് എൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഒരുപാട് മുകളിലേക്കാണെങ്കിൽ പൂ വരുമ്പോൾ വെയിറ്റ് കൊണ്ട് മറിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകുതിയായിട്ട് വയ്ക്കാൻ പറയുന്നത്. അപ്പം മറിയത്തില്ല, നല്ല രീതിയിൽ തന്നെ ചെടി നിൽക്കും. പിന്നെ ആർക്കെങ്കിലും ബൾബ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.